സമയത്തിനായി സ്തോത്രം ചെയ്യാം. ഈ ഹാളിലും സൂമിന്റെ പരിധിയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ വർഷത്തിന്റെ ഏതാണ്ട് 5-ാമത്തെ മാസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. മെയ് മാസത്തിന്റെ 1-ാമത്തെ ആഴ്ചയിൽ കർത്താവിനെ ഒരിക്കൽ കൂടി ആരാധിക്കുവാൻ, അവന്റെ മുമ്പിലായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കാണിച്ച ദയക്കായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കഴിവാണോ, നമ്മുടെ മിടുക്കാണോ, നമ്മുടെ പ്രാഗൽഭ്യമാണോ, പാരമ്പര്യമാണോ? ഒന്നുമല്ല, അവന്റെ ദയ കൊണ്ട് ഈ പകൽക്കാലം കൂടെ കാണുവാൻ, ഈ സന്ധ്യയിൽ ഹല്ലേലൂയ, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എന്റെ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ ഒരു പകൽ കൂടി ദൈവം ദാനം തന്നിരിക്കുകയാണ്. കർത്താവേ, നന്ദി അപ്പാ. യേശുവേ, സ്തോത്രം. ഞങ്ങളെ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഇന്നത്തെ ആരാധനയ്ക്കായി കടന്നു വന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പഴയ ഒരു ഗാനം, ഈ പാട്ട് ഇങ്ങനെയാ പറയുന്നത്: വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിക്കുന്നു. ഈ പകൽക്കാലം, ഈ സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിക്കുകയാണ്. അത് പാട്ടിലൂടെ ആയിരിക്കാം, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, വചനഘോഷണത്തിലൂടെ ആയിരിക്കാം. യേശു എന്നോടും നിങ്ങളോടും ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമയം വൃഥാവാക്കാതെ കർത്താവിന്റെ പാദപിടുത്തത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വാനത്തിൻ കീഴെ ഭൂമി മീതെ മറ്റൊരു നാമവുമില്ല എന്റെ യേശുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് ഒരുമിച്ച് കരങ്ങളടിച്ച് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്റെ യേശുവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. വാക്കുമാറാത്ത ഒരു ദൈവത്തെ ഹല്ലേലൂയ ഒരു പകൽക്കാലം കൂടി ആരാധിക്കുവാൻ ദൈവം തന്ന അവസരത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് കരങ്ങളടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. Hallelujah.
രക്ഷകനേശുനാമമന്നേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു താൻ വഴിയേ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ നടിപ്പിണരാ. കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ നടിപ്പിണരാ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു ദിവാ നിത്യജീവൻ നിനക്കേ വിടുമേ. സത്യവചനം കേട്ടു ദിവാ നിത്യജീവൻ നിനക്കേ വിടുമേ. നിൻ ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നോ എഴുതിയിടുമേ. നിൻ ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നോ എഴുതിയിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സങ്കീർത്തനം 61 നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalms chapter 61. Let us read the last verse together. Hear my cry, O God, listen to my prayer. For you have been my refuge, a strong tower against the foe. For you, God, have heard my voice. You have given me the heritage of those who fear your name. അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. Let us read together. May he be enthroned in God's presence forever. Appoint your love and faithfulness to protect him. Let us അങ്ങനെ ഞാൻ തിരുനാമത്തെ sing in praise of name and fulfill my vows day after day. 61-ാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇറ്റ്സ് എ വെരി ഷോർട്ട് സാം, എന്നാൽ ഇറ്റ്സ് വെരി പവർഫുൾ. ഇറ്റ്സ് എ വെരി പവർഫുൾ പ്രെയർ ആക്ച്വലി. ഇവിടെ ഈ സങ്കീർത്തനം ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ പ്രൈവറ്റ് prayer, it's a prayer for public worship. How we know that? Because of the heading. Because the heading പറയുന്നുണ്ട്, for the director of music with a stringed instrument of David. David wrote this prayer and gave it to the director of music so that it can be sung during the public worship. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. Let us go into the detail of this Sankirtanam. I have limited time, so I will try to finish it on that time. Verses 1 to 2. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഴ്സ്. I will take little time on this, majority of my time, because that's the crux of this psalm. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ഒരു നിലവിളിയോടെയാണ് തുടങ്ങുന്നത്. What he's saying is, ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു. You know, a cry from the ends of the earth. David is feeling distant here.
He is saying, from the ends of the earth I call to you as my heart grows faint. You know, in our life, sometimes we feel very joyful. We see that our God answered our prayer. We feel like dancing and we feel like singing. But then there are some times when we say, you know, why God is not answering? What is going on? You know, that is the moment. You know, sometimes God is silent with a reason, with a purpose. And that is what he is saying over here. David ഇതാണ് അവിടെ പറയുന്നത്. He has not lost his faith, but he has lost his fellowship. There is a fellowship he's lost. That is why he's saying, I am distant from the ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുവാണ്. He has not lost his faith. Why? Because he is praying to God. He's praying to God. That is what. And what he is praying, he's saying, and because of his faith, he's not just calling for help, he's asking for elevation. He's asking for elevation. And എന്തോ പ്രാർത്ഥിക്കുന്നത്? രണ്ടാമത്തെ വേഴ്സിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ he says, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. Lead me to the rock that is higher than I. Why pray like that? Lift me above it. Why we need to pray like that? Because if you look at it, he is not asking for less pain. He is asking for more purpose. He is saying, God, don't just deliver me, transform me and elevate me. Transform me and elevate me. I want to rise, not just survive. I want to rise. That is what he is saying. English, മലയാളത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് not just, sorry, that അത്യുന്നതമായ പാറയിലേക്ക്, you know, a rock that is higher than I. You know, he's saying, I can't reach there. You have to take me there. It's ഒരു surrender ആണ്. I can't reach there. You have to take me there. And the phrase higher than I, അത്യുന്നതമായ, അത് what is mean? It means it is beyond my reach, beyond my strength, beyond my understanding. See who is praying this like this. It's the king of Israel, King David. He's praying like that. He is on the topmost position of the social ladder. He is saying, I can't do this. He's a Yodhavana. I can't do it alone, Lord. He's surrendering. He's surrendering it. And he, you know, that is what the prayer is. That's a very powerful prayer. In the Old Testament, നമ്മൾ നോക്കുമ്പോൾ Moses, David, Hannah, അവരെല്ലാവരും ദൈവത്തെ വിളിച്ചത് as a rock. In the New Testament, we know who is our rock. Jesus, our rock. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 10:4 പറയുന്നത്, അവര് അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. അവര് അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. That is what Paul is saying. You know, they drank from the spiritual rock that followed them, and the rock was Christ. The rock was Christ. You know, growth requires struggles. We cannot just grow like that. You know, a person will only grow through struggle. So we need to thank God when we are going through struggle. Problems വരുമ്പോൾ we need to thank God. It is difficult to say, but then yes, we need to build that habit to pray like that, Lord, I thank you that, you know, you are, you know, helping me to grow. നമ്മൾ നോക്കുമ്പോൾ, example നോക്കുമ്പോൾ, Daniel in the lion's den, Shadrach, Meshach, Abednego in the fire, Paul in the prison, Jesus in Gethsemane. അവരാരും അങ്ങനെ അല്ല, get me out of this അല്ല പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് get me through this. Get me through this. ഇതിലൂടെ, you know, get me through this. That is the prayer. Lift me above this. That is how we have to pray. When the trouble comes, we have to pray. James chapter 1, I'm not going to read it over here, but you can go and read it at home. Chapter 1 in the 2-4 വരെ ഉള്ളത് പറയുന്നത്, consider it pure joy. Consider it pure joy, my brothers and sisters, whenever you face trial. Whenever you face trial. You know, there is a joy. There is a joy in the suffering. There is a joy in the suffering. Lead me to the rock that is higher than I. എനിക്ക്
അത്യുന്നതമായ പാറയിൽ നിന്ന് എന്നെ നടത്തണമേ. That is what the verse 1 and 2 says. Let's move on to verse 3 and 4. David remembers, you have been my refuge, a strong tower. You know, when the pressure comes in our life, you know, different pressures that comes in our life, remember what God has done in the past, what God has done before, because our memory fuels our faith. Our memory will fuel your faith. That is what we see over here. Hallelujah. Now, what is actually David is doing here? David is preaching to himself. He is saying, God, you have done it before. You will do it again. You will do it again. That is what he is preaching to himself. Let's move on to verse 5 and to 7. Now, David's prayer is shifting. ഒരു മധ്യസ്ഥത ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. He is shifting from praying for himself. He is moving to something different. He is മധ്യസ്ഥ ചെയ്യുന്നതായിട്ട്, പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് കാണുന്നത്. He is praying for the kingdom. He is praying for the legacy, and he is praying for the generation. You know, that is what we see. You know, when God lifts you up, your vision expand ആവും അല്ലേ? നമ്മൾ when we are down, we are looking at a narrow, you know, we are looking at our problem. But when God lifts you up, your vision is going to be expanded. You are praying in a different way. Hallelujah. Verse 8, the last verse. Then I will ever sing in praise of your name and fulfill my vows day after day. You know, worship is not the reward for deliverance. Worship is the proof of trust. See, we are not coming here to worship because we have been, God has delivered us from something. Yes, it is. But we are here to worship him because it's a proof that we trust our God. So that's what ഇവിടെ പറയുന്നത്. Now I want to end this psalm with a reflection. The psalm that has happened thousands of years ago, thousands of kilometers from here. What is the significance of this in our life? What is the significance? You know, Psalm 61 നമ്മളോട് പറയുന്നത്, we are not just praying to get out of the pain, we are praying to be led up. We are not asking for less weight. We are not asking for less weight. We are asking for more strength. ഞങ്ങളുടെ ചിറകളിന് അത്രയും ശക്തി തരണം. That is what we are praying. Hallelujah. You know, because life is not easy. Jesus himself said, in this world there is trouble, big trouble. And immediately he said, but cheer up, I have overcome the world. That is what he said. So pray. When pressure will hit you, you will find yourself at the ends of the earth, the way that David found himself at the end of the earth, emotionally exhausted, mentally drained, spiritually dry. That is what you may feel at that time. In those moments, don't just pray, Lord, take this pain out from me. But pray like David, Lord, lead me. I can't climb this alone. Hallelujah. You surrender it to God. You surrender it to God. Lord, I can't do it alone. Take it. You know, Psalm 61 നമ്മളോട് പറയുന്നത്, when we are surrendering it, we may feel weak. The Psalm 61 saying that it is okay to feel weak as long as you trust the one who is strong. It is okay to not know the way as long as you follow the one who is the way. Yeah. Maybe ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ, maybe you are going through some trouble or difficulty. You know, we are all going through different difficulties and പ്രയാസങ്ങളിൽ കൂടെയാണ് പോകുന്നത്. Maybe people who are sitting in the Zoom just want to tell that, you know, we need to, when this thing comes, I want to remind again, I want to say the same thing again. You know, we need to surrender it to God, and we need to say, Lord, ഞാൻ ബലഹീനനാണ്. I can't do it alone. Lord, take this. I'm surrendering it in your hand. That is what we need to do. Lord, I am weak. I can't handle this. Lead me to the rock
that is higher than I. Can we all do this? Can we all raise the hand? I will just repeat it. Can we all say this once again? Lord, I am weak. I can't handle this. Lead me to the rock that is higher than I. Amen. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള അവസരമാകുന്നുവല്ലോ. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. യാതൊരു യോഗ്യതയുമില്ലാത്ത വെറും പുഴുക്കളായ നമ്മൾക്കും ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ തന്ന വലിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനായിട്ടാണ്. നാം ഒരുപക്ഷെ മൈനോറിറ്റി ആയിരിക്കാം. ദൈവം അതല്ല നോക്കുന്നത്. നമ്മൾ ഒരാളെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യങ്ങൾ ലോകത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം അവനെ മാനിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തകമൊക്കെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥയാണ് ചുവടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമറിയതായിട്ട് നാം വായിക്കുന്നു. നാം നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ വിഷയങ്ങൾക്കും അവൻ പരിഹാരം നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ റോഷൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നാളുകളായി നിന്റെ മകൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ആഗ്രഹിച്ച് കർത്താവേ, എൻ്റെ മകൻ ആദ്യം വെല്ലൂർ കടന്നുപോയി. എന്നാൽ തിരിച്ച് ഇപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരിക്കുന്നു. നമ്മുടെ ബലഹീനമായ ശരീരത്തെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിൽ പ്രിയമകനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ബലം പ്രാപിച്ച് തിരിച്ച് കടന്നു ചെന്ന് കർത്താവെ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തി കർത്താവിന്റെ വലിയ സാക്ഷ്യമായിട്ട് കർത്താവെ തുടർന്നും ജീവിപ്പാൻ നിന്റെ മകനെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമുക്ക് നമ്മുടെ പ്രിയ സെക്രട്ടറി അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 3 മാസക്കാലം പ്രിയ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ മകൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നിരിക്കുന്നു. വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന കർത്താവിൻ ദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തിയിട്ടുള്ള പ്രിയദാസന്റെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വാസ്തവമായി നിന്റെ മകന് വേണ്ടി ഇടപെടണേ. കർത്താവേ, നമ്മുടെ പ്രിയ ജസ്റ്റിൻ മോന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്ന് പ്രിയ മേഴ്സി ഇന്ന് ആരാധനയിൽ സംബന്ധിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ ജിയോ അച്ഛൻ പറഞ്ഞത് ഒരു വീഡിയോ കണ്ടിട്ട് ലോകത്തിൽ ഒരു കുഞ്ഞു പോലും ആ മകൻ ജീവനോടെ ഇരിക്കുമെന്ന് വിചാരിക്കുകയില്ല. അതുപോലെ ഒരു വീഡിയോ ആയിരുന്നു. നിന്റെ മകന്റെ ശരീരത്തെ ഒരു എല്ലുപോലും ഒടിയാത്തതായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവം തന്റെ മകനെ അത്ഭുതകരമായി വിട്ടുവെച്ചു. അപ്പോൾ തന്റെ മകൻ ഫിസിയോതെറാപ്പിയിൽ കൂടെ കടന്നു പോകുന്നു. തന്റെ മകൻ കടന്നു വന്ന് ഈ ലോകം മുഴുവൻ ഒരു അത്ഭുത സാക്ഷ്യമായി നിൽക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. വളരെ സൗമ്യനായി എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടിയാ. അവനെ ബലപ്പെടുത്തുന്നതിനായി ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് കൊണ്ടല്ല, നമ്മുടെയൊക്കെ പ്രിയ മകനാണ്. അവൻ നമ്മുടെ മുൻപാകെ നിൽക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ മകൻ ഫിസിയോതെറാപ്പിയിലൊക്കെ കടന്നുപോയി വളരെ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ഈ രാജ്യത്ത് മാത്രമല്ല അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആരാധിച്ചിരുന്ന പ്രിയ സജി ബ്രദർ, USA-ലായിരിക്കുന്ന പ്രിയ സജി ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ മകന്റെ ശരീരത്തിന്റെ പ്രയാസമൊക്കെ മാറി വളരെ ദൈവകൃപയോടെ ആയിരിക്കാൻ, സൗഖ്യത്തോടെ ആയിരിക്കാൻ ദൈവമേ ഇടിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായി നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം മറുപടി അയച്ചല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സംഗീതത്തിൽ ധ്യാനം നിർവഹിച്ച പ്രിയ ബിജുവിന്റെ മാതാവ് വളരെ പ്രതികൂലത്തിലൂടെ ആയിരുന്നു. എന്നാൽ വളരെ നല്ല സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പരിപൂർണ സൗഖ്യത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
പ്രിൻസിന് കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ, നിന്റെ മകനെ നീ കാത്തു പരിപാലിക്കണമേ, സൗഖ്യത്തോടെ നിലനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് സൈമൺ ബ്രദറിന് കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നീ വാക്കുമാറാത്ത ദൈവമാ കർത്താവേ. ആദ്യത്തെ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു വളരെ സീരിയസ് ആണെന്ന്. എന്നാൽ ഏതു സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ പ്രിയ ഫിലിപ്പ് സൈമൺ അങ്കിളിനെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സെൻ ബ്രദറിന് കൊടുത്ത വിടുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തമ്പി ബ്രദറിന്റെ സുഹൃത്ത് പീറ്ററിന് കൊടുത്ത സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ രാജു സാമുവേൽ ബ്രദറിന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ MS കുര്യൻ അങ്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ മകന് വേണ്ട ബലമൊക്കെ ലഭിച്ച് കർത്താവേ തന്നെ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ജോൺസന്റെ ബ്രദർ ഇൻ ലോ ഡെയ്സിയുടെ ആങ്ങള 71 വയസ്സുള്ള തോമസ് കുട്ടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്ന് രാവിലെ ഉദിമൂട് മാർത്തമ്മ പള്ളിയിൽ വെച്ച് പ്രിയ മകന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. ആ മകന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിനായി പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. CBSE എക്സാം ഒക്കെ എഴുതി നല്ല റിസൾട്ടിനായി കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേത കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് ലഭിപ്പാൻ അവരാഗ്രഹിക്കുന്നത് പോലെ നല്ല കോളേജുകളിൽ അവരാഗ്രഹിക്കുന്ന സബ്ജക്റ്റിന് തന്നെ കർത്താവെ അഡ്മിഷനൊക്കെ ലഭിച്ച് കർത്താവെ വളരെ മിടുക്കരായി അവരെ ആക്കുന്ന സ്ഥാനത്തൊക്കെ നിന്നെ വലിയ സാക്ഷ്യമായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ എന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ ജോർജിയുടെ മക്കൾ കർത്താവെ ഒരാള് പോളണ്ടിൽ മെഡിസിന് പഠിക്കുന്നു, ജെറിമോനായിട്ട് പ്രാർത്ഥിക്കാം. പഞ്ചാബിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ജാൻസ് മോനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ എന്റെ മക്കളുടെ പഠനമൊക്കെ കർത്താവെ അനുഗ്രഹമായിരിക്കാൻ കർത്താവെ മാതാപിതാക്കളുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് കർത്താവെ അവരെന്ന് സാക്ഷി പറയുവാൻ തക്കവണ്ണം കർത്താവ് ആയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ മക്കളെ ദൈവകൃപയിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ നമുക്ക് ഓർഗൻ വായിച്ച് അയച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയ ആശിഷ് മോന് വേണ്ടി പ്രാർത്ഥിക്കാം. അവനും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നല്ലോ. അവന്റെ പഠനം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവത്തിന്റെ സാക്ഷ്യമായി നിലനിൽപ്പാൻ അനേകർക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം നൽകി കൊടുക്കുന്ന ഒരു ഡോക്ടറായി ഉയർന്നു വരുവാൻ ദൈവം അവനെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കൂടെ സൂമിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോസിന്റെയും ബിനോക്കോ ചെറിയായുടെയും മകൾ മെർലിൻ ഈ മാസം 12-ാം തീയതി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. നിന്റെ മകളുടെ വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവേ നിന്റെ കുടുംബവുമായി ദൈവത്തിന് സാക്ഷ്യമായി തുടർന്ന് നിലനിൽപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലോക സമാധാനത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. യുക്രൈൻ, റഷ്യ, പലസ്തീൻ, ഇസ്രായേൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തോട് അടുക്കുന്നതായിട്ടൊക്കെ നാം പത്രങ്ങളിൽ വായിക്കുന്നു. എന്നാൽ യുദ്ധങ്ങളെ കർത്താവെ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കൊക്കെ കൂടെ കടന്നു പോകുന്നു. കർത്താവ് ഒരു റിസഷനൊക്കെ വീണ്ടും വരുന്നുവെന്ന് കേൾക്കുവാനായിട്ട് ഇടയാകുന്നു. കർത്താവെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുവാനിടയാവാതെ ദൈവമേ ഞങ്ങളുടെ ലോക നേതാക്കൾക്കൊക്കെ വേണ്ട ബുദ്ധി കൊടുത്ത് കർത്താവെ അവരെ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻസ് ഇന്ത്യ നവജീവോദയം പ്രസ്ഥാനത്തിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ലീഡർഷിപ്പ് കൊടുക്കുന്ന ജോർജ് ചെറിയാനെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവവേലയിലായിരിക്കുന്ന എല്ലാ മിഷണറി കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ VBS നടന്നുകൊണ്ടിരിക്കുക. അനേക കുഞ്ഞുങ്ങൾ ദൈവഭാഗത്ത് കടന്നു വരുവാൻ തക്കവണ്ണം വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ഈ VBS ക്രമീകരിക്കുന്ന മിഷൻസ് ഇന്ത്യയുടെ എല്ലാ മിഷണറിമാരെയും കുടുംബങ്ങളെയും പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് ഈ സമയത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നാം സ്പോൺസർ ചെയ്യുന്ന വയനാടുള്ള ഓൾഡ് ഏജ് ഹോമിനായി പ്രാർത്ഥിക്കാം. അവിടെയുള്ള എല്ലാ സഹോദരിമാരെയും ലീഡർഷിപ്പ് കൊടുക്കുന്ന കൃഷ്ണൻ ബ്രദറിനെയും അതിന് പൊതുവെ കൊടുക്കുന്ന നമ്മുടെ സാമുവൽ ബ്രദറിനെയും VB സാമുവലിനെയും സാം ബ്രദറിനെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ഈ യൂത്ത് ഹോസ്റ്റലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾക്ക് കടന്നു വന്ന്
യാതൊരു പ്രതികൂലവും കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവേർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ, കർത്താവെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ലഭിക്കുന്ന ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നും ഇങ്ങനെയായി നിങ്ങൾക്ക് നൽകി തരുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന അങ്ങനെ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ ആയിരിക്കുന്നവർ, കർത്താവ് എങ്ങനെ ആയിരിക്കുന്ന എല്ലാവർക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് സങ്കീർത്തന ധ്യാനം നിർവഹിച്ച പ്രിയ അഭിജിതനായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയിൽ തുടർന്ന് നിലനിൽപ്പാൻ, വലിയ സാക്ഷ്യമായി നിലനിൽപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ബിജു കുര്യന് വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പല അവസരങ്ങളിൽ നമുക്ക് വേണ്ടതായ ദൈവദൂത് നൽകി തന്ന നമ്മുടെ പ്രിയ സഹോദരനായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം ഈ കാലങ്ങളിൽ നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ആ എല്ലാ വിഷയങ്ങൾക്കായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായിട്ട് ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കാം. 5-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന സണ്ണി വർഗീസ് ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കാം. 6-ാം തീയതി വിനോദ് ചാണ്ടി, 6-ാം തീയതി തന്നെ PV തോമസ്, 9-ാം തീയതി ജീൻ സെൻ, 10-ാം തീയതി കുരുവിള മാത്യു. ഇവർക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബിജോയ് വർഗീസ് ആൻഡ് രാജി, ഡോക്ടർ എബി ആൻഡ് ഷീന, ഇവർക്കായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പലരും പല വിധത്തിലുള്ള പ്രതികൂലങ്ങളുമായിട്ടൊക്കെ കടന്നു പോകുന്നു. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടാതെ ഉള്ളിൽ ഉരുകി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയും സൂമിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവർക്കായിട്ടും എല്ലാവരുടെയും ആവശ്യങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാമല്ലോ. ഇത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ, നിൻ തിരുനാമം നിമിത്തം നീതിമകത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പുതിയ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് കടന്നു വന്ന് നിന്റെ സന്നിധിയിൽ കർത്താവേ ഞങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളിൽ യാതൊരു യോഗ്യതയുമില്ല കർത്താവേ, എന്നാൽ നീ കാൽവരി ക്രൂശിലെ രക്തത്താൽ നീ ഞങ്ങളെയും വീണ്ടെടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ മധ്യസ്ഥ കാണിച്ച എല്ലാ വിഷയങ്ങൾക്കും നീ മറുപടി അയച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ രോഗികളെയൊക്കെ കർത്താവെ നിവാസവുമായി അറിയുന്നല്ലോ. അവരുടെ സൗഖ്യത്തിന് അടിയങ്ങളുടെ കുറവുകളൊന്നും തടസ്സമായി നിൽക്കരുത് എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നല്ല നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേഗുഷാനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീണ്ട വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ ഈ മരുഭൂമിയിൽ കർത്താവെ നിന്റെ മകൻ കർത്താവെ അനേകർക്ക് വേണ്ടി ഇവിടെ നിന്നത് ഞങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹമായി തീർന്നതുപോലെ കർത്താവെ നിന്റെ മകനെ അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ, പ്രിയ അമ്മാമയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നല്ല നേതൃത്വം നൽകുന്ന പ്രിയ ബാബുച്ചാനെയും രായൻചാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സജി ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓർഗൻ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ സുനിലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൊയറിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെയും അവസ്ഥ ദൈവമേ നീ അറിയുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളൊക്കെ നീ അറിയുന്നല്ലോ. കർത്താവെ, എന്നാൽ സകലത്തിനും മതിയായവനായി ഇന്നും ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയ ബിജു ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കീർത്തന ധ്യാനം നിർവഹിച്ച ഞങ്ങളുടെ ബിജു മാത്യുവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രോഗികൾക്ക് നീ കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ വചനത്തില് ഞങ്ങൾ വചനം കേൾക്കുവാനായി
പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് വേണ്ട ദൂത് നൽകി തന്ന് നീ ഞങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടക്കി അയക്കണം. കുറവുകളൊന്നും ഓർക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവേ, എല്ലാത്തിലും നിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞങ്ങൾ വേണ്ടി കാണുന്നവരെ നിന്റെ ചിറകിന്റെ മറവിൽ പരിപാലിക്കണം. പ്രാർത്ഥന വന്ന് കുറവുകൾ ക്ഷമിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടിയനെയും എളിയ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രിയ ജെയിംസ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജെയിംസിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തല്ലോ. സാക്ഷ്യത്തിനായി സ്വല്പസമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയ ജെയിംസ് തൻ്റെ ജീവിത സാക്ഷ്യം ഇപ്പം പ്രസ്താവിക്കുന്നതായിരിക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള പോലെ കേട്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനമാണ് എന്നെ ഇവിടെ നിലനിർത്തിയത്, എന്നെ ശക്തീകരിച്ചത്. ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് തന്ന വചനമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ 2020 എൻ്റെ ജോലി പോയത്. 20 തൊട്ട് ചെറിയ ചെറിയ ടെമ്പററി ജോലിയൊക്കെ, ചില ജോലികളൊക്കെ ചെയ്ത്, കൺസൾട്ടിങ് വർക്കൊക്കെ ചെയ്ത് ഇത്രയും നാളും പിടിച്ചു നിന്നു. എന്നാൽ പഴയ ആ ജോലി ചെയ്ത കമ്പനി തന്നെ 2024 വരെ എൻ്റെ വിസ എനിക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ വർഷം അവർ പറഞ്ഞു അത് ഇനി റിന്യൂ ചെയ്യാൻ പറ്റില്ല, അപ്പം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഹാപ്പിയും കുഞ്ഞുങ്ങളെ നാട്ടിൽ വിടേണ്ടി വന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി ഈദിൻ്റെ സമയത്ത് തിരിച്ചു വരാൻ ഒരുങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ പോകുന്നത് പ്രയാസമല്ലേ, വിസിറ്റിലാണ് വന്നത്, ഇപ്പം ഈ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് തിരിച്ചു വരാൻ, മോൾ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തിരിച്ചു വരാൻ ആ സമയം എനിക്ക് തോന്നി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്നു. മാർച്ച് 12-ാം തീയതി ഒരു കമ്പനിയിൽ ചെല്ലാൻ പറഞ്ഞു. അത് ഞങ്ങളൊരു പ്രെയർ മീറ്റിങ്ങിന്, ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു പ്രെയർ മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു സുഹൃത്ത്, നമ്മുടെ ജേക്കബ് എന്ന് പറഞ്ഞ ബ്രദർ, പ്രാർത്ഥിച്ചപ്പോൾ ഒരാളുടെ മനസ്സിൽ തോന്നിയാണ് ജെയിംസിനെ അവരുടെ കമ്പനിയിലെടുക്കാൻ. അങ്ങനെ അവർക്ക് തോന്നി, അങ്ങനെ എന്നെ അവിടോട്ട് വിളിച്ചതാണ്. മാർച്ച് 12-ാം തീയതി തൊട്ട് അവിടെ പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിസ ഫോർമാലിറ്റീസൊക്കെ ചെയ്തു. ഇന്നലെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വിസ അവർ അയച്ചു തന്നു എൻ്റെ ഫോണിൽ. ഇങ്ങനെ ഇന്നലെ ആ വിസ പാസ്സായി. കുറച്ച് ദൂരമാണ്, DICയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും അവിടെ ജോലിയൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടത്. ആ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ അവരും കൂടാണ് ഞങ്ങളെ ഇവിടെ നിലനിർത്തിയത്. 2 വർഷം മോള് ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ജോലി നഷ്ടമാകുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ അവളുടെ ഫീസ് ആ കമ്പനി തന്നെ കൊടുത്തു. അവർ എല്ലാ സഹായങ്ങളും വിസ തന്നു. അങ്ങനെ എല്ലാം ഞങ്ങളെ ഇവിടെ നിലനിർത്തി. അതുപോലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അൽഷ പ്രയർ ഗ്രൂപ്പ്, ഈ അടുത്ത സമയത്ത് ഫിലിപ്പ് ബ്രദർ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഹാപ്പി, എന്നെ ബലത്തോടെ നിർത്താൻ എൻ്റെ കൂട്ട് തന്ന ആളാണ്. കുഞ്ഞുങ്ങൾ ഷലോമി, സേവ, ഇമ്മാനുവൽ, അവരും എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയും നാളും ഞങ്ങളിവിടെ ജോലി ഇല്ലായിരുന്നിട്ട് പോലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല. തക്ക സമയത്ത് ദൈവം ഞങ്ങളെ കരുതുമായിരുന്നു. ആരോടും ഞങ്ങൾ കൈ നീട്ടിയിട്ടുമില്ല. അങ്ങനെയാണ് ജോലിയില്ലാതെ ഈ 4 വർഷക്കാലം പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരും ഒക്കെയുണ്ട്, ഞങ്ങളെ പ്രാർത്ഥനയിൽ കൂടെയും അല്ലാതെയും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നവർ.
എല്ലാവരെയും ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. സഹായിച്ചവരെ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാത്രയിലൊക്കെ കൂടെ ഇരിക്കാനും നാട്ടിലായിരിക്കുന്ന കുടുംബത്തെയൊക്കെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഞാൻ ഒരു പാട്ടിൻ്റെ 3-4 ശകലങ്ങൾ പാടി എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. പാടും ഞാനായുസിന്നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനെ സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. പാടും ഞാനായുസിന്നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനെ സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. കാക്കയാൽ ആഹാരം തന്നിടും ശ്രേഷ്ഠമായി എന്നെ നടത്തിടും വിശ്വസ്തൻ എന്നെ വിളിച്ചതാ നടത്തും അന്ത്യം വരെ. കാക്കയാൽ ആഹാരം തന്നിടും ശ്രേഷ്ഠമായി എന്നെ നടത്തിടും വിശ്വസ്തൻ എന്നെ വിളിച്ചതാ നടത്തും അന്ത്യം വരെ. Thank you. Praise the Lord. Hallelujah. ആമേൻ. നമ്മൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണല്ലോ. ഈ വർഷത്തിന്റെ 5-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ദൈവം വഴി നടത്തി കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ സൃഷ്ടാവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ വർഷിപ്പിനായിട്ട് ഒരുങ്ങുകയാണല്ലോ. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലങ്ങിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. ആമേൻ. പാട്ടുകാരൻ നമ്മോട് പറയുകയാണ്, നീ ഏതവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നിന്റെ സൃഷ്ടാവിന് വളരെ അറിയാം. എങ്കിലും ആ കണ്ണുനീരിന്റെ മധ്യത്തിൽ നമ്മെ വിളിച്ച് കർത്താവിന്റെ മാറോട് അണയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിലൊക്കെ വളരെ ശോധനകളുടെ മധ്യത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ജോലിയുടെ മധ്യത്തിൽ അനേകർ ഭാരപ്പെടുന്നവരുണ്ട്. വേദനയുടെ മധ്യത്തിൽ, തീച്ചുളിയുടെ മധ്യത്തിൽ അനേക ഹൃദയങ്ങൾ ഭാരപ്പെടുന്ന ഹൃദയങ്ങളുണ്ടല്ലോ. അവരോടൊക്കെ നമ്മുടെ കർത്താവ് പറയുന്നു, നിന്റെ മനം ഇളകാതെ, നിന്റെ മനം പതറാതെ ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ പാട്ടുകൾ കൂടെ നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ പാട്ടുകാരൻ നമ്മളോട് പറയുകയാണ്. നീ കൂരിരുളുടെ മധ്യത്തിൽ കൂടെ കടന്നുപോയാലും അവിടെയും നിന്നെ വഴിപിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ആ സർവശക്തനായ കരം നിന്നോട് കൂടെയുണ്ട്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. തന്റെ സഹോദരൻ മരിച്ചു പോയപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി യേശു അവിടെ ചെന്ന് കണ്ണുനീർ വാർത്തു. എത്ര ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് തരുന്നത്. കാലങ്ങൾ കാത്തിടുമ്പോൾ ഈ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ നിന്റെ സൃഷ്ടാവിന്റെ മധ്യത്തിലേക്ക് നമുക്ക് അർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കൂടി നിന്ന്, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ദൈവത്തെ സ്തുതിക്കാം. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലങ്ങിടുമ്പോൾ കണ്ണുനീർ വാർത്തവൻ എന്റെ കാര്യം നടത്തി തരും. താഴ്വരയിൽ ഞാൻ ഏറ്റവും വലങ്ങിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലങ്ങിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ
നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. വിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. തീച്ചുള സിംഹക്കുഴി ഒട്ടക്കിണർ മരുമോ ജലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. തീച്ചുള സിംഹക്കുഴി ഒട്ടക്കിണർ മരുമോ ജലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. കാലങ്ങൾ കാത്തിടുന്നേ നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. കാലങ്ങൾ കാത്തിടുന്നേ കാന്താവിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം സമീപിച്ചവൻ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം സമീപിച്ചവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടോ അന്ത്യം വരെ. ഒരു ഗാനം കൂടി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ.
ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിട്ടെ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ഷമ ലഭിച്ചവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ നന്മ ലഭിച്ചവരുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്റെ യേശുവിനെ ആരാധിക്കാൻ അസുലഭമായ ഒരു സമയമാണ്. ഒരു പകൽക്കാലം കൂടി കർത്താവ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളില് എല്ലാം മറന്ന ക്ഷമ ലഭിച്ചവര്, കൃപ ലഭിച്ചവര്, ദയ ലഭിച്ചവര്, നന്മ ലഭിച്ചവര് ഹല്ലേലൂയ കർത്താവിനെ ആരാധിച്ചാട്ടെ. കരങ്ങളടിച്ച് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. Praise the Lord. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ജയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ വന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഇസ്രായേലെന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന
സത്യത്തിലും ആരാധന. പാടുവാൻ തന്ന കൃപയ്ക്കായി കർത്താവിന്റെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂടി വരവൂടെ നമുക്ക് ദൈവം ദാനം തന്നു. ആത്മാവില ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയ ജെയിംസിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. തുടർന്നും പ്രിയദാസനെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഹാപ്പിയും 2 കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കുന്നു. മോളും ജെയിംസ് ഇവിടെയാണ്. അവർക്ക് ഇപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. DIC-യിലെ ജെയിംസിൻ്റെ ജോലി താമസമൊക്കെ റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ വിടുതൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അനേക രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എത്ര വലിയ സൗഖ്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ വിഷയം ഓർത്തുകൊണ്ട് നമ്മൾ പ്രത്യേകം എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കട്ടെ. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബിജു കുര്യൻ കഴിഞ്ഞ അനേക സമയങ്ങളിൽ നമ്മുടെ മധ്യ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ ദുബൈയുടെ പ്രദേശത്ത് നിറവേറ്റുന്ന പ്രിയ ബിജുവും വൈഫ് ദീപയും ദൈവനാമത്തിലെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മുടെ ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Loving Heavenly Father, we come to you in the name of Jesus. Father, we thank you, Lord, for your blessed presence here this evening, dear Lord. Master, you have brought us here with one purpose, and that is to praise you and to worship you and to honor you, Master. Father, we thank you, Lord, for bringing all of us together here this evening. Father, we humble ourselves before you this evening, Lord. Father, this evening we ask you that you will cleanse us with your precious blood. You will cleanse our spirit, soul, and body with your precious blood, Lord, so that, Father, Lord, we can approach your throne of grace and mercy. Father, Lord, even as we sit before your word, Lord, I pray that you will open your word to us. You will speak to us according to the needs of our heart. Father, bless all your people. Bless all your children who are hearing right now here and online. Father, I pray for each and every one, dear Lord. Father, we thank you and praise you. Father, Lord, you have magnified your word above all your name. That's what your word says. And this evening, we want you, Lord, to magnify your word once again. Father, hide us under the shadow of your cross, Master. We give you all the glory. In Jesus' precious name we pray. Stop. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവവചനമായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ എന്നെ ക്ഷണിച്ച ബാബുച്ചായനോടും ഇവിടുത്തെ ഭാരവാഹികളോടും ഒക്കെ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് പ്രസംഗിക്കുവാൻ, ദൈവവചനം ഷെയർ ചെയ്യാൻ എപ്പോഴും ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ബാബുച്ചായനും ഞങ്ങൾ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് ബാബുച്ചായൻ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. അതുപോലെ ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളുടെ സ്നേഹിതരാണ്. അതുകൊണ്ട് പേടിയില്ലാതെ നിന്ന് വചനം പറയുവാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ മെയിൻ ടോപ്പിക് is about practical Christian life. Our theme is about a practical Christian life, how to live a practical Christian life. അതിൻ്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അണ്ടർസ്റ്റാൻഡിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെ. അതിന് നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം
1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രയേലിയനല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ. സോറി, റോമർ 12:1, 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതും നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പം ഈ വാക്യത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ഉണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. സോ ദ സെൻട്രൽ തീം ദാറ്റ് റൺസ് ത്രൂ ഔട്ട് ദിസ് മെസ്സേജ് ഈസ് ഗോയിങ് ടു ബി ട്രാൻസ്ഫോം യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തണം. ഇന്ന് ദൈവമക്കളുടെ പല ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒന്ന് നമുക്ക് കാണാൻ കഴിയും, ദൈവഹിതം ദൈവഹിതം ചെയ്യാത്തത് കൊണ്ട്, ദൈവഹിതം അനുസരിക്കാത്തത് കൊണ്ട് അവർ ചെന്നപ്പെടുന്ന ഓരോ സിറ്റുവേഷൻസ്, പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും ഈ ദൈവഹിതം അനുസരിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ദൈവമക്കൾക്ക് ദൈവം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടിയത് സകലവും ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആകുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ നടക്കുന്നു. നമ്മൾ പുറകോട്ട് റിവൈൻഡ് ചെയ്ത് നോക്കണം. നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവഹിതമാണോ അല്ലയോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ദ കീ വേർഡ് ഇസ് ബീയിങ് ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, അതാണ് ഒരു കമാൻഡാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? അതിനു മുമ്പേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ജനസിസിൽ കാണാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് 3 ഘടകങ്ങളാണ്: സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആത്മാവ്, ദേഹി, ദേഹം. അപ്പം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് മാൻ ഇസ് ഗോഡ് കോൺഷ്യസ്. ദേഹി, ദ സോൾ ഓഫ് എ മാൻ ഇസ് സെൽഫ് കോൺഷ്യസ്. ആൻഡ് ദ ബോഡി ഇസ് വേൾഡ് കോൺഷ്യസ്. അതുകൊണ്ട് മനുഷ്യൻ, ത്രൂ ഹിസ് സ്പിരിറ്റ് man knows God. Through his soul he knows himself, and through his body he knows the world around him. ഇതാണ് 3 ഘടകങ്ങൾ മനുഷ്യന്. ഈ ദേഹിയിൽ, സോൾ എന്ന് പറയുന്ന സെൽഫ്, ഐ, ഈഗോ, ഈ സോളിനകത്ത്, ഈ സോളിന് 3 പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, സോളിനുള്ളതുപോലെ തന്നെ സ്പിരിറ്റിന് 3 പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഈ ദേഹിക്ക് 3 പ്രവർത്തനങ്ങൾ. ഒന്ന്, വിൽ, ഇച്ഛാശക്തി, നമ്മുടെ ഇച്ഛാശക്തി. ഐ വിൽ, ഐ വാണ്ട്, ഐ നോ, ഐ ഡോണ്ട് വാണ്ട്. ഇതെല്ലാം നമ്മുടെ വില്ലാണ്. ഈ വില്ലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് വില്ല് എടുക്കുന്നോ, നമ്മുടെ ഇച്ഛാശക്തി കാരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ. 2, ഇമോഷൻസ്, രണ്ടാമത്തെ പ്രവർത്തനം. ഈ ദേഹിയുടെ രണ്ടാമത്തെ പ്രവർത്തനം ഇമോഷൻസ്, അല്ലെങ്കിൽ വികാരങ്ങൾ. വികാരങ്ങൾ എന്താണ്? ഐ ഫീൽ, എനിക്ക് തോന്നുന്നു. നമ്മുടെ അസംഷൻസ്, നമ്മുടെ പ്രിസംഷൻസ്, ഇതാണ് ഇമോഷൻസ്. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ പറയും ഐ എം ഹാപ്പി, അല്ലേ? നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും ഐ എം സാഡ്. നമ്മുടെ തോന്നലുകളാണ് അത് ഇമോഷൻസ്. മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയം, ദ ഇൻ്റലക്ട്, അല്ലെങ്കിൽ മൈൻഡ്, അല്ലെങ്കിൽ മനസ്സ്. ഈ മനസ്സ് is the link between the spirit and the body. ഞാൻ പറഞ്ഞു, മനുഷ്യൻ 3 ഘടകങ്ങളാണ്. ഒന്ന് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ ദേഹി, അതായത് മനസ്സ്, ദിസ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ സ്പിരിറ്റ് ആൻഡ് ദ ബോഡി.
മനസ്സിനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഇസ് ദ ഗിയർ ബോക്സ് ഫോർ അവർ ലൈഫ്. ഈ മനസ്സ് പറയാതെ നമ്മുടെ ശരീരം ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ 103 സങ്കീർത്തനം ഇങ്ങനെ പാടി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പുള്ളിക്ക് അങ്ങനെ തന്നെ വഴിയാ പോരെ. ഹി കാൻ ഡു ഇറ്റ്. ദാവീദിന്റെ ശരീരം പറയുകയാണ്, സോളിനോട്, മനസ്സിനോട് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതുകൊണ്ട് ഈ മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ മനസ്സിനെയാണ് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നും പുതുക്കണം. നമ്മൾ പാടിയല്ലോ, മനമിളകാതെ മനം തകരാതെ. ഈ മനസ്സ് തകരുകയും ഇളകുകയും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഇത് നടക്കും. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈ മൂന്നാമത്തെ ഫങ്ഷൻ ഈ മനസ്സിൻ്റെ, അത് റീസൺ ചെയ്യും, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കും, ഐഡിയാസ് ഉണ്ടോ എന്ന് ചിന്തിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കടയിൽ ചെല്ലുന്നു. ആ കടയിൽ ബേക്കറി ആണെന്ന് ഇരിക്കട്ടെ, ഒരു കേക്ക് കാണുന്നു അല്ലെങ്കിൽ ഐസ്ക്രീം കാണുന്നു. അതിൻ്റെ നിറവും ഷേപ്പും കാണുമ്പോൾ നമ്മളത് പറയുന്നത് കേക്കാ അല്ലെങ്കിൽ ഐസ്ക്രീമാണ്. പക്ഷേ ഇത് ബുദ്ധിയാണ്. മനസ്സിനും ബുദ്ധിയും വളരെ ഇന്റർലിങ്ക്ഡ്, വളരെ ക്ലോസ് റിലേഷൻഷിപ്പാണ്. ഈ ബുദ്ധിയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ബുദ്ധി എന്ന് പറയുന്ന നോളജ് നമുക്ക് തരുന്നതാണ്. പക്ഷെ മനസ്സ് പറയുന്നു, ഇത് രണ്ടും എനിക്ക് വേണ്ട, എനിക്ക് അല്പം ഷുഗറുണ്ട്. ഇതാണ് നമ്മുടെ മനസ്സ്. ഇറ്റ് റീസൺസ്, ഇറ്റ് തിങ്സ്, ഇറ്റ് ആക്ട്സ്. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ എന്നും പുതുക്കി നാൾതോറും ഈ മനസ്സിനെ പുതുക്കിയാൽ നമ്മൾ ജയിച്ചു. നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ഒരു വിശ്വാസിയായി തീരും. എന്തുകൊണ്ടാണ് മനസ്സിനെ പുതുക്കേണ്ടത്? വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു കമാൻഡ് കൊടുത്തേക്കുന്നത് റോമാലേഖത്തിൽ 12:1 വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കാരണം ഈ ലോകം ശത്രുവിൻ്റെ ഒരു ലോകമാണ്. 1 യോഹന്നാൻ 5:10 ഇങ്ങനെ കാണാൻ നാം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ലോകം നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം ഒരു കൺഫ്യൂഷന്റെയും കലാപങ്ങളുടെയും ഒക്കെ ഒരു കൂടാരമാണ്. എവിടെ നോക്കിയാലും അനീതി, അക്രമം, ക്ഷാമം, ഭൂകമ്പം, എവിടെ നോക്കിയാലും ഒരു സ്വസ്ഥതയില്ലാത്തൊരു ലോകമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിതാ കാണുന്നു. ഇത് കാണുമ്പോൾ നാച്ചുറലി നമുക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെ അനുകരിക്കും. ഒരു എസ്റ്റിമേറ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ കുറഞ്ഞത് 6000 ചിന്തകൾ ഓടിയെത്തും ഒരു ദിവസം. 6000 തോട്ട്സ്. ഈ 6000 തോട്ട്സിൽ മെജോറിറ്റി ഇന്നലെ ചിന്തിച്ചത് തന്നെയായിരിക്കും. അതിൽ ഏറ്റവും വലിയ പ്രയാസം ഇതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 80% ഓഫ് ദോസ് തോട്ട്സ്, ഈ 6000 തോട്ട്സിൽ 6000 ചിന്തകളിൽ 80% നെഗറ്റീവ് തോട്ട്സ്. അതുകൊണ്ടാണ് ദൈവഭക്തൻ ഇങ്ങനെ പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഈ ലോകം ശത്രു കീഴ്പ്പെടുത്തിയ ഒരു ലോകമാണ്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ നോക്കിയാലും പ്രയാസമുള്ള ഒരു ലോകം. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നു, ദൈവമക്കൾ ജീവിക്കുന്നു. അവർക്ക് വരുന്ന പ്രയാസം നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് പോംവഴിയുണ്ട്. അതിനാണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. നമ്മൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഒറ്റ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. എവിടുന്നെല്ലാം രക്ഷപ്പെട്ടു? പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, സാത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, ദൈവകോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, വരുവാൻ പോകുന്ന നിരവധി ദുരന്തങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു, നിത്യദണ്ഡനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവജനം, നമ്മുടെ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തണം. രക്ഷയ്ക്ക് 3 ഘട്ടമാണ്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് പാസ്റ്റാണ്. കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്പർ 2, പ്രസന്റ്, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നമ്മൾ ജീവിക്കുന്നു, ദൈവമക്കളായി ജീവിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രോസസ് വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ. അത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അത് ദൈവം ചെയ്തോളും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. നമുക്ക് വായിക്കാം ഫിലിപ്പിയർ ലേഖനം 3:21 പെട്ടെന്ന് വായിച്ചാട്ടെ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നു. തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മതി. അപ്പം ദൈവം നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ചെയ്തോളും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഓൺലി ദെൻ ആർ ബോഡീസ് വിൽ ഗെറ്റ് റിന്യൂഡ്. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. വെൻ വി ഗെറ്റ് our minds renewed, then we will get the grace from God. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ആത്മീയരാകും. ശത്രു നമ്മളെ വിട്ട് അകന്നു പോകും. ശത്രുവിന് രക്ഷിക്കപ്പെട്ട വിശ്വാസിയല്ല പേടി, രൂപാന്തരപ്പെടുന്ന വിശ്വാസിയ ശത്രുവിന് പേടി. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നും ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ our thought life will change, our decisions will change, our priorities will change, the eyes of the devil will move away from us, temptations will not touch us, trials and tribulations will go away from us. ഇതെങ്ങനെ ചെയ്യുമ്പോഴാണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. എങ്ങനെയാണ് ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്? ദൈവം അതിനൊരു ഇന്ധനം തന്നിട്ടുണ്ട്, ഫ്യൂവൽ ടു റിന്യൂ അവർ മൈൻഡ്സ്. ഈ ഫ്യൂവൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഫ്യൂവൽ ആണ് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞത് ദി ഇന്നർ മാൻ. ഈ ഇന്നർ മാൻ ഫ്യൂവൽ വേണം. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഈ ഇന്ധനം. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ പറ്റത്തുള്ളൂ. സാധാരണ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നാമധേയ ക്രിസ്ത്യാനികൾക്ക്, ദ സോ കോൾ ക്രിസ്ത്യൻസ് ആൻഡ് ബിലീവേഴ്സ്, രണ്ടുപേർക്ക് രണ്ട് വ്യത്യാസമുണ്ട്. സാധാരണ വിശ്വാസികൾക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അവർക്ക് ഇന്ധനമില്ല, ഈ ഹോളി സ്പിരിറ്റിന് ഇന്ധനമില്ല. പക്ഷെ നമുക്കോ എന്തുകൊണ്ട് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4:7 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമൊക്കെ വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത്. അതെ. അപ്പോൾ ഈ അത്യന്ത ശക്തിയാണ് നമുക്കുള്ളത്. ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ അത്യന്ത ശക്തി നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഈ അത്യന്ത ശക്തി വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓരോ ദിവസവും ഈ അത്യന്ത ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞു. 12-ാം അധ്യായത്തിന്റെ 1 നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോഡ് ഈസ് ആസ്കിങ് യു ടു സബ്മിറ്റ് യുവർ ബോഡീസ്, സറണ്ടർ യുവർ ബോഡീസ് ഓൺ ദി ഓൾട്ടർ. ഇംഗ്ലീഷിൽ ഈ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഐ ബിസീച്ച് യു therefore brethren. ഈ therefore എന്ന് കൊടുത്തിരിക്കുന്ന എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ therefore എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, വാട്ട് ഇറ്റ് ഇസ് there for. എന്തുകൊണ്ടാണ് ഈ 12:1 ഇവിടെ കൊടുത്തിരിക്കുന്നത്? പ്രീവിയസ് 11 അധ്യായത്തിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പ്രീവിയസ് 11 അധ്യായത്തിൽ പൗലോസ് ദൈവമക്കളുടെ ഭാഗ്യം, ദൈവമക്കളുടെ ഉറപ്പ്, ദൈവമക്കളുടെ അഡ്വാൻറ്റേജസ് എല്ലാം ഇങ്ങനെ വർണ്ണിച്ചു വരികയാണ്. ഓരോ ചാപ്റ്ററിൽ, ചാപ്റ്റർ 1 to 7. ഈ ചാപ്റ്റർ 1 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ചാപ്റ്റർ 2 യഹൂദനും ജാതിക്കും വ്യത്യാസമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. 3-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം. 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിലുള്ള നീതീകരണം മാത്രം, പ്രമാണത്താൽ അല്ല. 5-ാമത്തെ അധ്യായത്തിൽ
യേശുക്രിസ്തുവിനോട് നിരപ്പ്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ. ഈ 7 അധ്യായങ്ങളിലും ഈ മേജർ തീംസ് പറഞ്ഞു കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. So he makes it explicitly clear that you can go to the cross. You are already saved. You have this eternal power in you. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തു ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. സോ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? അതാണ് 12:1 കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും 9, 10, 11 അധ്യായങ്ങൾ എന്താണ്? 9, 10, 11 അധ്യായങ്ങൾ യഹൂദ രാഷ്ട്രത്തിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, നമുക്ക് അപ്ലിക്കബിൾ അല്ലത്. സോ ആഫ്റ്റർ ദീസ് 11 ചാപ്റ്റേഴ്സ് പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കും. അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞു, ഈ 7 അധ്യായങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, നിങ്ങൾ അതിന് പകരം എന്ത് കൊടുക്കും? ഗോഡ് ഈസ് ആസ്കിങ് ഓൺലി വൺ തിങ്. ഒറ്റൊരു കാര്യം, വലിയ കാര്യങ്ങളൊന്നും ദൈവം ചോദിച്ചിട്ടില്ല. ഈസ് ആസ്കിങ് ഓൺലി വൺ തിങ്, യുവർ ബോഡി. ഈ ബോഡി, നമ്മുടെ ശരീരം സമർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് ഹി വാണ്ട്സ് എ ലിവിങ് ബോഡി, ഡെഡ് ബോഡി അല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പൗലോസിന് അറിയാം, ന്യായപ്രമാണം പഠിച്ചിട്ടുള്ള ആളാണ്, യഹൂദന്മാരുടെ ആചാരങ്ങളൊക്കെ അറിയാം. അന്ന് കാളകളെയും ആടുകളെയും ഒക്കെ കൊണ്ട് യാഗമർപ്പിക്കും, അവരെ കൊന്ന് യാഗമർപ്പിക്കും. പക്ഷെ ഇവിടെ പൗലോസ് പറഞ്ഞു, യു ഓഫ് യുവർ ബോഡി ആസ് എ ലിവിങ് സാക്രിഫൈസ് ഓൺ ദി ഓൾട്ടർ. നമ്മൾ പാടാറുണ്ട്, യാഗപീഠത്തിൽ തന്നെ എന്നെ താൻ, അല്ലേ? അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരം യാഗമായിട്ട് ദൈവം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നും വേണ്ട. എന്തുകൊണ്ടാണ് ഈ ശരീരം ദൈവം ആഗ്രഹിക്കുന്നത്? ഈ ശരീരം, ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവം വസിക്കുന്ന ഇടമാണ്. നമ്മൾ അതുപോലെ സൂക്ഷിച്ചു വേണം ദൈവത്തിന് ഈ ആരാധന അർപ്പിക്കാൻ. ഈ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഈ മന്ദിരത്തിനെ നീ നശിപ്പിച്ചാൽ ദൈവം നിന്നെ നശിപ്പിക്കും. അതാണ് വാർണിംഗ്. ഈ മന്ദിരത്തിനെ ദൈവം ചോദിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതേ ശരീരമാണ്, അല്ലേ? നമ്മൾ പാപം ചെയ്തിട്ടുള്ളത് ഇതേ കൈ കൊണ്ടാ, ഇതേ കണ്ണുകൊണ്ടാ, ഇതേ തോട്ട് ലൈഫ് കൊണ്ടാ, അല്ലേ? അപ്പോൾ ഈ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമുക്കൊരു കൃപ തന്നു. ഈ സാധനങ്ങളൊക്കെ ഫ്രീസറിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന പോലെ അടച്ചു വെച്ചിരിക്കുകയാണ്, അല്ലേ? ഫ്രീസറിന്റെ കറണ്ട് പോയാൽ എന്തോ ആകും? നമ്മൾക്കറിയാമല്ലോ, എല്ലാം വെളി വരും. ഇത് തന്നെയാണ്, നമ്മുടെ കൃപ നഷ്ടപ്പെട്ടാൽ ഈ സാധനങ്ങളൊക്കെ പിന്നെയും വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കൊലോസിയർ 3:5 ഇങ്ങനെ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇതിനെ മരിപ്പിക്കണം. ഇതിനെങ്ങനെ മരിപ്പിക്കുന്ന? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ദർ ഇസ് നോ അതർ വേ. മനസ്സ്. അതുകൊണ്ടാണ് ദൈവം ഈസ് ആസ്കിങ് ഫോർ യുവർ ബോഡി, ബിക്കോസ് ഔട്ട് ഓഫ് ദിസ് പ്രൊസീഡ്സ് ഓൾ ഈവിൽ. നമ്മൾ എന്തൊക്കെ ചെയ്താലും, എത്ര മേക്കപ്പ് ചെയ്താലും, എന്തൊക്കെ മോടി പിടിപ്പിച്ചാലും, our body is still the same. It is a body of humiliation. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേഹമാണ് ഞാനും നിങ്ങളും ഉള്ളത്. പക്ഷെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രീസറിലിട്ട് അടച്ചു വെച്ചിരിക്കുന്ന പോലെ ദൈവം നമ്മളെ കൃപ തന്ന് അടച്ചു വെച്ചിരിക്കുന്നു. പിശാച് ഇതെങ്ങനെയെങ്കിലും ഇത് വെളിയിൽ കൊണ്ടുവരാൻ അവൻ നോക്കുന്നത്. ഇതിനു വേണ്ടിയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് 2 കാര്യം ചെയ്യും. ഒന്ന്, നമ്മൾ ഇത് സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, പിന്നെ ആ ശരീരം ആരുടെയാ? ദൈവത്തിൻ്റെ. യു ഡോണ്ട്
own it anymore. The ownership shifts to God. ദൈവം നോക്കിക്കോളും. God will take care of it. അങ്ങനെ ചെയ്യുമ്പോൾ then you don't decide what your body will do. God decides. നമ്മൾ എന്തുടുക്കണം, എന്ത് തിന്നണം, ദൈവം നിശ്ചയിക്കും. നമ്മൾ എവിടെ പോകണം, ദൈവം നിശ്ചയിക്കും, നമ്മൾ നിശ്ചയിക്കത്തില്ല. So he takes control of your body. രണ്ട്, when you surrender your body to God, he will take up the ownership. നമ്മളെല്ലാവരും സ്വന്തം വീട്ടിലും റെന്റൽ വീട്ടിലും ഒക്കെ താമസിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം, അല്ലേ? If it is your own house, what you do? You take care of the maintenance. The owner takes care of the maintenance. പക്ഷെ നമ്മൾ റെന്റിലാണെങ്കിലോ ഒരു ചെറിയ ബൾബ് പോയാലും ഓഫീസുകാരെ വിളിക്കും, അല്ലേ? Same thing with our body. When you entrust it to God, God will take care of the maintenance. അല്ലെങ്കിൽ ദൈവത്തെ റെന്റിന് മാത്രം വിളിച്ചാൽ ദൈവം പറയും, മെയിൻ്റെനൻസ് നീ വേറെ വല്ലയിടത്തും പോയിക്കോ, ലേക്ക് ഷോറിൽ പോയിക്കോ, ആസ്ട്രി പോയിക്കോ, എവിടെ വേണമെങ്കിൽ പോയിക്കോ. So God takes care of the maintenance. ഇതാണ് സംഭവിക്കുന്നത്. So you hand over the ownership of your body when you surrender, when you submit on the altar. Number 2, step number 2, be renewed in our mind. രണ്ടാമത്തെ വാക്യം വായിക്കാം, 12:2. ഈ ലോകത്തിലെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, വി പ്രസന്റഡ് അവർ ബോഡീസ്. നമ്പർ 2, ഇങ്ങനെ നമ്മുടെ ബോഡി സമർപ്പിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യും. ഹി വിൽ റിന്യൂ അവർ മൈൻഡ്. നമ്മൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റിന്യൂ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് എന്തുവാന്ന് അറിയാം. When you submit or you surrender your body, ദൈവം നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ദൈവം നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ ചിന്തകൾ മാറും. You have different motives, നമ്മുടെ objectives മാറും, different standards, different priorities. And because you think differently, you will live differently. ദൈവമക്കളെ, ഞാൻ ഇത് അനുഭവിച്ചതാണ്. കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഓഫീസിൽ എപ്പോഴും ആളുണ്ട്. അപ്പോൾ ഒരുത്തനോട് ഒരുത്തൻ എന്നും വരും, ഒരു എൻ്റെ ഒരു സ്നേഹിതൻ. പുള്ളി വന്നു ചോദിക്കും, സാറേ കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ. ഞാൻ ചോദിച്ചു, എന്തിനാ? ഇവിടെ നിന്ന് ഇച്ചിരി ആശ്വാസമുണ്ട് സാറേ. സോ യു ക്യാൻ ലിവ് ഡിഫറെൻ്റ്ലി ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ. ദൈവം നമ്മളെ മാറ്റും, ദൈവം രൂപാന്തരപ്പെടും, നമ്മുടെ മൈൻഡിനെ റിന്യൂ ചെയ്യും. നമ്മൾ അപ്പോൾ അതുപോലത്തെ സംസാരമാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ഗോഡ് ഡസൻറ്റ് ട്രാൻസ്ഫോം അസ്. ഈ റിന്യൂവലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ഗോഡ് ഡസൻറ്റ് ട്രാൻസ്ഫോം അസ് ഫ്രം ദ ഔട്ട്സൈഡ് ഇൻ, ഹി ട്രാൻസ്ഫോം അസ് ഫ്രം ദ ഇൻസൈഡ് ഔട്ട്. ഈ ലോകത്തിലെ മതങ്ങൾ എന്താണ് പറയുന്നത്? ഇന്നത് ചെയ്യരുത്, ഇത് ഉടുക്ക്, അത് ഉടുക്ക്, ഇവിടെ പോക, അവിടെ ഇവിടെ പോ, ഇങ്ങനെ പല ഉപദേശങ്ങളാണ് പറയുന്നത്. They change a man from the outside. പക്ഷെ മതങ്ങൾക്കൊന്നും they cannot change a person from inside. Only God can do it. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? When you submit your body and then God renews your mind. That is the only way that it will happen. Then you will have the mind of Christ. 1 Corinthians 2:16 പറഞ്ഞു, ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വരും. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പം നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കണം. 2, യു ഹാവ് ടു റിന്യൂ അവർ മൈൻഡ്. ഈ 2 പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ, വിത്ത് യുവർ റിന്യൂഡ് മൈൻഡ്, യു വിൽ ഡിസ്കവർ ഗോഡ്സ് വിൽ ഫോർ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ, നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ദൈവത്തിൻ്റെ ഹിതം 3 സ്റ്റേജസിലാണ്, അല്ലെങ്കിൽ 3 ടൈപ്പാണ്, 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 1 അവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗുഡ്. 2, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. 3, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഇത് 3നും വളരെ പ്രാധാന്യമുണ്ട്. ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് acceptable, it is perfect.
ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കണം, അല്ലേ? നമ്മുടെ ദേഹം സമർപ്പിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ശരീരം സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി തരും. അല്ലാത്തവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. റോമർ 8:6-7 ഇങ്ങനെ പറയുന്നു: ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ നമ്മൾ ജഡീകരാകരുത്, ആത്മീകരാകണം. താഴെ പറയുന്ന അടുത്ത വാക്യം: ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. സോ ഇറ്റ് കനോട്ട് ബി അണ്ടർ ദ സബ്ജെക്ഷൻ ഓഫ് ഗാഡ്. ദൈവത്തോട് ശത്രുത്വം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം മനസ്സിലാവുമോ? ഇല്ല. സോ യു ഹാവ് ടു ബി ക്ലോസ് ടു ഗാഡ്. ദൈവത്തിന്റെ മനസ്സറിയണം. ദ കാർണൽ മൈൻഡ് ഇസ് ദ വേ വി തിങ്ക്. വി ഓൾ തിങ്ക് by nature as fallen descendants of Adam. It is our unregenerate way of thinking about ourselves and everything else. Now that is enmity with God. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്: the friendship with the world is enmity with God. അവൻ ദൈവത്തെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. enmity with God. അതിൻ്റെ പേരാണ് rebellion. And God will not reveal his secrets to his enemies. Right? And God will not reveal your plan for your life if you have a carnal mind. നമുക്ക് വേണ്ടിയത് ഒരു ട്രാൻസ്ഫോംഡ് മൈൻഡാണ്. മനസ്സ് പുതുക്കിയ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അറിയണമെങ്കിൽ we have to discover it. We have to go to him and find out that which is for you. ഈ മനസ്സ് ദൈവത്തിൻ്റെ ഹിതം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഞാൻ പറഞ്ഞല്ലോ, സ്പിരിറ്റ് ആൻഡ് സോൾ ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ്, വെരി ക്ലോസ്. അതുകൊണ്ടാണ് എബ്രായർ 4:12 ഇങ്ങനെ പറയുന്നു: For the word of God is living and powerful, sharper than any two-edged sword, piercing even to the division of soul and spirit. ഈ soul and spirit അത്ര അടുത്താണ്. ഒരു ഡോക്ടറിൻ്റെ നൈഫ് പോലും അതിനെ കടത്താൻ പറ്റത്തില്ല. സോ ഇൻറ്റിമേറ്റ്. ഇത് രണ്ടിനെയും വിവേചിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സ് പറയുന്നത് നമുക്ക് മനസ്സിലാകും. സോ ഞാൻ പറഞ്ഞല്ലോ, ദൈവഹിതം ഇറ്റ്സ് 3 phases. 1, it is good. 1, it is second, it is acceptable. 3, it is perfect. ദൈവത്തിൻ്റെ ഹിതം ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് God is good and he is good all the time. God is good all the time and all the time he is good. ദൈവത്തിൻ്റെ എല്ലാ ഹിതവും പെർഫെക്റ്റ് ആണ്. The devil will try to persuade you that if you surrender your life, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് എന്ന് പലപ്പോഴും പിശാച് പറയും, ലോകം പറയും. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പല തവണ ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഫലം ഞാൻ അറിയുന്നു. ദൈവഹിതം ഇല്ലാതെ ചെയ്ത 2-3 കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ദുഃഖിക്കുന്നുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിൽ കാണാൻ പറ്റും അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം he appeared to God appeared to him, എന്നിട്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാം, you will be a blessing, I will bless those who bless you, I will curse those who curse you. ഇതെല്ലാം വാഗ്ദത്തങ്ങൾ കൊടുത്തു. ആ അധ്യായത്തിൻ്റെ പകുതിയാകുമ്പോൾ ആ ദേശത്തൊരു ക്ഷാമം വന്നു. എബ്രഹാം മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ പോയിട്ട് വന്നപ്പോൾ എന്തോ കിട്ടി? ഹാഗാറിനെ കിട്ടി. മിസ്രൈമിലുള്ള സമ്പത്തും കിട്ടി. ഈ സമ്പത്താണ് ലോത്തുമായിട്ടുള്ള വഴക്കിന് കാരണം. ഹാഗാർ കാരണം ഇന്ന് വരെ ഉണ്ടായി നടക്കുന്ന പ്രയാസങ്ങൾ നമുക്കെല്ലാം അറിയാം. സോ ദാറ്റ് വാസ് നോട്ട് ഗോഡ്സ് വിൽ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോയമ്പത്തൂർ താമസിക്കുമ്പോൾ അവിടെ ജോലി ചെയ്ത് വന്നിരുന്നു. അന്ന് ഞങ്ങളുടെ കമ്പനിക്ക് ഇച്ചിരി പ്രയാസം നേരിട്ടു. അപ്പോൾ എനിക്കൊരു നല്ല ജോലി അപ്പുറത്ത് കിട്ടി.
അങ്ങനെ ഒരു 50 കിലോമീറ്ററിനപ്പുറം. എന്നും പോയി വരണമായിരുന്നു. അതേ സമയത്ത് എനിക്ക് വിസ കിട്ടി, ദുബായ്ക്കൊരു വിസ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ നല്ലൊരു ജോലിയാണ്, ദുബായിൽ വന്ന് തേടണം, ജോലി അന്വേഷിക്കണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു. വൈഫ് പറഞ്ഞു, കർത്താവിനോടങ്ങ് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം ഒരു പാട്ടിൻ്റെ ഇത് കിട്ടി. പാരിടമാം പാൽമണൽ പാർത്തിലും ഞാൻ തണലിൽ. അപ്പം ഞാൻ ഓർത്തു ഡെസേർട്ട് റെഡിയാ. അപ്പം എന്നിട്ട് എനിക്കൊരു സംശയം. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം ക്ലിയർ ആയിട്ട് കിട്ടി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കൺട്രി ആൻഡ് ലീവ് യുവർ ഫാദേഴ്സ് ഹൗസ് ഹോൾഡ്. ഇറ്റ് വാസ് വെരി ക്ലിയർ, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കൺട്രി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, ദൈവം പറഞ്ഞിട്ട് വന്നതല്ലേ, ദൈവഹിതം, ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ വന്നാൽ നിൻ്റെ ക്വാളിഫിക്കേഷൻ ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ വന്നു. 3.5 മാസം ഇവിടെ നിന്നു. പല ഇൻ്റർവ്യൂവിന് പോയി, കിട്ടിയില്ല. ഞാനപ്പോൾ ആ വാക്യം ഒന്നുകൂടെ എടുത്ത് വായിച്ചു. ഉൽപ്പത്തി 12:1 എടുക്കാമോ പെട്ടെന്ന്? മതി. അപ്പം ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇനി കാണിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ എന്നെ ഊണിന് വിളിച്ചിട്ട്, ബിജു എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ ബ്രദർ കുവൈറ്റിലുണ്ട്, ഞാനും അവനും ഫ്രണ്ട്സാണ്. അവനെ വിളിച്ച് പറ, വിസ ഇപ്പം തരാമെന്ന്. അങ്ങനെ വിളിച്ചു പറഞ്ഞു. കുവൈറ്റിൽ ചെന്നു. 1 മാസത്തിനുള്ളിൽ ജോലി കിട്ടി. അങ്ങനെ 15 വർഷം അവിടെ താമസിക്കാൻ ദൈവം സഹായിച്ചു. അപ്പം ദൈവഹിതം ഇനിഷ്യലായിട്ട് പ്രയാസം ഉണ്ടെങ്കിലും ദൈവം ഹി വിൽ പ്രൂവ് ദാറ്റ് വാട്ട് ഹി സെഡ് ഇസ് ട്രൂ ആൻഡ് ഹി വിൽ അപ്ഹോൾഡ് ഇറ്റ്. അതിന് യാതൊരു സംശയമില്ല. സോ it is a perfect will that I have seen in my life. 2 അവിടെ പറഞ്ഞേക്കുന്ന നന്മയും പ്രസാദവും. ആർക്ക് പ്രസാദമാ? ദൈവത്തിന് പ്രസാദം. ചിലപ്പോൾ നമുക്ക് പ്രസാദമില്ലാത്ത സമയങ്ങൾ വരും. ദൈവം ദൈവത്തിൻ്റെ ഹിതം കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പം പ്രസാദമില്ലാതെ തോന്നും. പക്ഷേ accept it, just accept it. Whatever be the situation, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം നീ മിണ്ടാതിരിക്കാൻ പറയും, 3 മാസം മിണ്ടാതിരിക്കാൻ പറയും. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ഹി വിൽ പ്രൂവ് ഇറ്റ്, ഇറ്റ് ഈസ് റൈറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്സിൽ, നമ്മുടെ പണമിടപാടുകളിൽ, നമ്മുടെ ട്രാൻസാക്ഷൻസ്, നമ്മുടെ പർച്ചേസസ്. ഈയിടെയൊക്കെ നമുക്കൊക്കെ അനുഭവിക്കപ്പെടുന്നതാണല്ലോ. നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് കോൾസ് വരും, സാറേ ക്രെഡിറ്റ് കാർഡ് 25 ടൈംസ് സാലറി, അത് തരാം ഇത് തരാം. നമ്മൾ പലപ്പോഴും അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. 25 ടൈംസ് സാലറി, ലെറ്റ്സ് സേ $200,000 അല്ല 200,000 dirhams കിട്ടുക, നമ്മൾ വീഴും. ഒരാവശ്യമില്ല, പൈസയുടെ ആവശ്യമില്ല. ദൈവഹിതമാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കത്തില്ല. അല്ലെങ്കിൽ കൂട്ടുകാരൻ വിളിച്ചു പറയും, എടാ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, ചുടുവിലയ്ക്ക് കിട്ടും. ആവശ്യമുണ്ടോ ഇല്ലയോ? ദൈവഹിതം ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കത്തില്ല, എടുത്തു ചാടും. എന്തുകൊണ്ടാണ്? ഷോർട്ട് ഗെയിൻസ്. റിലേഷൻഷിപ്സ്. ഇന്ന് യൗവനക്കാര്, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് അത്രമാത്രം പരിജ്ഞാനമേ ഉള്ളൂ. പേരൻസ് വിവാഹ ബന്ധങ്ങളിൽ അൺവാണ്ടഡ് ഗെയിൻസിന് വേണ്ടി പലതും കോംപ്രമൈസ് ചെയ്ത് റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യാറുണ്ട്. ദൈവഹിതമാണോ അല്ലയോ ചോദിക്കത്തില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒടുവിൽ കർത്താവേ നീ ഇത് ഒപ്പിടണം എന്ന് പറയും. നോ, ഗോഡ് വോണ്ട് ഡു ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് വിൽ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പെർഫെക്റ്റ് വില്ലിൻ്റെ വേറൊരു ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, അല്ലെ ഓപ്പോസിറ്റ് ഒരു ഓൾട്ടർനേറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് ദ പെർമിസിബിൾ വിൽ. എന്താണ് പെർമിസിബിൾ വിൽ? ദൈവം നമ്മളെ അലവ് ചെയ്യും. ഓക്കെ, എൻ്റെ നമ്മുടെ മകനും വല്ലതും കുരുത്തങ്കേട് ചെയ്താൽ നമ്മൾ വി ഫർഗീവ് ഹിം എന്ന് പറഞ്ഞ പോലെ
God will say, okay, let's go. I permit you. പക്ഷേ that is not the best. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പെർഫെക്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ്. പെർമിസിബിൾ വിൽ കിട്ടുന്നത് സെക്കൻഡ് ബെസ്റ്റ് ആണ്. സോ വി ഷുഡ് ഓൾവേസ് സെറ്റിൽ ഫോർ ദ ബെസ്റ്റ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് വിൽ നമുക്ക് വേണ്ടിയതും. അങ്ങനെ നമ്മൾ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ധാരാളം കൃപ ലഭിക്കും. എന്താണ് ഈ കൃപ? കൃപ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ജീവന് വേണ്ടിയുള്ളതാണ് കൃപ. ദ ഗ്രേസ്. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് കൃപ തന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആദ്യം. പക്ഷേ ഈ ഗ്രേസ്, ഈ കൃപ പല വിധങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൃപ ഇങ്ങ് കൂട്ടും. 1 കൊരിന്ത്യർ 15:10 ഇങ്ങനെ പറയുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഐ എം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ കൃപ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഈ കൃപ ഇറ്റ് ഈസ് ദ ഫ്യൂവൽ ഫോർ ആ ഇന്നർ മാൻ. 2, ഗ്രേസ് ഇസ് ആ സ്ട്രെങ്ത്. നമ്മുടെ ശക്തിയാണ്. 2 തിമോത്തിയോസ് 2:1 ഇങ്ങനെ പറയുന്നു, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. സോ വി ക്യാൻ ബി സ്ട്രെങ്തൻഡ് ബൈ ദ ഗ്രേസ്. 3, കൃപ നമ്മുടെ അത്യന്ത ധനമാണ്. എഫേസ്യർ 2:6 വായിച്ചാട്ടെ. എഫേസ്യർ 2:6. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുന്നതിന് മതി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗ്ഗത്തിലെത്തുകയും ചെയ്യും. മതി. അപ്പം കൃപയുടെ അത്യന്ത ധനമാണ്. എന്താണ് ഈ അത്യന്ത ധനം? നമ്മുടെ ജോലി നമ്മുടെ ധനമാണ്. കൃപ അത്യന്ത ധനമാണ്. UAE ദിറംസ് ധനമാണ്. കൃപ എൻ്റെ അത്യന്ത ധനമാണ്. എൻ്റെ മക്കൾ ധനമാണ്. കൃപ അത്യന്ത ധനമാണ്. നമ്മുടെ ഫാമിലി ധനമാണ്. കൃപ അത്യന്ത ധനമാണ്. ഈ അത്യന്ത ധനത്തെ നമുക്ക് ദൈവം ധാരാളമായി നൽകും. അങ്ങനെ നൽകി നമ്മൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ ലൈഫ് പാറ്റേൺ വിൽ ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രയോറിറ്റീസ് വിൽ ചേഞ്ച്. നമ്മുടെ കാഴ്ചപ്പാട് മാറും, എല്ലാം മാറും. അതുകൊണ്ട് ഈ ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും എന്നും നമ്മൾ ശ്രമിക്കണം. അതല്ലാതെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ധന്യമായി തീരത്തില്ല. നമ്മുടെ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശു ക്രിസ്തു ഏത് കാര്യം ചെയ്താലും he understood the will of God. ഒടുവിൽ ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? എങ്കിലും എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം. He was the perfect role model. ദൈവഹിതം മനസ്സിലാക്കി ജീവിച്ച ഓരോ ദിവസവും ഇറ്റ് വാസ് എ വിക്ടോറിയസ് ലിവിങ് ഫോർ ഹിം. അതുകൊണ്ടാണ് പാപമില്ലാതിരുന്നു ദൈവം. യേശു ക്രിസ്തു പാപമില്ലാതിരുന്നു. He lived a victorious life by renewing his mind, by having fellowship with God. ഈ അത്യന്ത ധനം നമുക്ക് എന്തിനാണ് ആവശ്യം? Nothing but the grace of the Holy Spirit, the fullness of the Holy Spirit. ഈ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടത്തില്ല. ഈ ശരീരം രൂപാന്തരപ്പെട്ടാൽ മാത്രമേ we will be ready for the rapture. നമ്മുടെ കർത്താവ് രണ്ടാമത് വീണ്ടും വരുമ്പോൾ ഈ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടാത്തിടത്തോളം we will be in danger of missing out. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണത്? നമ്മൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻസ് he will reveal to us. ആമോസിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്, the Lord does nothing unless he reveals his secrets to his servants. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവത്തിൻ്റെ പ്ലാൻ അറിയിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോവാണ്. അതേപോലെ നമ്മുടെ ഈ രണ്ടാമത്തെ വരവിന് ദൈവം നമ്മളോട് പറയും, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ജീവിച്ചാൽ
ദൈവം നമ്മളോട് ക്ലിയറായിട്ട് പറയും, ദ ടൈം ഇസ് നിയർ. അല്ലെങ്കിൽ തന്നെ ലോക ഇവൻസ് ഒക്കെ നമ്മളെ വിളിച്ചു പറയുന്നത് എന്താ? കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി. ഞാനിങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ കേട്ടിട്ടുണ്ട്. ഡെസേർട്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഡെസേർട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്, ആടിനെ തീറ്റിയും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ. അപ്പം ഒരു സോൾജറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഈ സോൾജർ പണ്ട് നോർത്ത് ആഫ്രിക്കൻ ഡെസേർട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഇദ്ദേഹം കിടന്നപ്പോൾ രാത്രി കഴിച്ചുകൂട്ടി വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരും. ഈ ബ്രൈറ്റ് ലൈറ്റ് സൂര്യനാണോ എന്ന് സംശയിച്ചു പോകും. അത് സൂര്യനല്ല, ഇറ്റ് ഇസ് ദ മോർണിംഗ് സ്റ്റാർ. ഈ മോർണിംഗ് സ്റ്റാറിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ മോർണിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എന്തുകൊണ്ട്? സൂര്യൻ വരും. ദ സൺ വിൽ കം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമ്മൾ നീതിസൂര്യനായ കർത്താവ് വരുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വെളിപ്പെടുത്തും, കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വരവെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്തല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എപ്രകാരമായിരിക്കുന്നു നമ്മുടെ ജീവിതം? ഹല്ലേലൂയ. ദൈവത്തിന് ഹിതപ്രകാരമാണോ? ഹല്ലേലൂയ. അതോ ഈ ലോകത്തിന് അനുരൂപമായി തീരുന്നോ എന്ന് നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യേണ്ടത് ജീവിതത്തിലെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയ ബിജു സഹോദരൻ വ്യക്തമായിട്ട് നമ്മളോട് ഇടപെട്ടല്ലോ. അനേക വേദഭാഗങ്ങൾ നമ്മളെ ഓർപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ ഹല്ലേലൂയ. ലോകം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഷളത്വവും മ്ലേച്ഛയും നിറഞ്ഞ ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മളെ ഉത്ബോധിപ്പിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന ശരീരമായി നമ്മുടെ ശരീരം മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ പകൽക്കാലം കർത്താവേ, എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവഹിതം വളരെ പെർഫെക്റ്റായിട്ട് ക്ലിയറായിട്ട് ഹല്ലേലൂയ എൻ്റെ ഉള്ളിലായിത്തീരുവാൻ കർത്താവെ സഹായിക്കുമാറാണോ എന്നൊക്കെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മനസ്സ് പുതുക്കി ഒരു പുത്തൻ അനുഭവത്തോടു കൂടി ഒരു പടിയോട് യേശുവിനോട് അടുത്ത് ജീവിപ്പാൻ കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കുന്ന സമർപ്പണത്തോടെ നമുക്ക് ഈ സന്ധ്യയിൽ മടങ്ങി പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വചന ശുശ്രൂഷ പ്രിയ ബിജു ബ്രദറിന് ഹല്ലേലൂയ കൂട്ടായ്മയുടെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പുതിയ ശുശ്രൂഷകളൊക്കെ തന്ന ദൈവം കൂടുതൽ ബലത്തോടെ ശക്തിയോടെ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ കുടുംബമായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിതമേ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഈ മെയ് മാസം ഒരു കൂട്ടായ്മയോടെ ഞങ്ങൾക്ക് കർത്താവെ ആദ്യ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം അവിടെ ആകിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഞങ്ങളെ കൈവിടാത്തൊരു ദൈവം ലോകത്ത് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ച് നോക്കണേ, ഞാൻ ദൈവമാകുന്നെന്ന് കർത്താവെ ഇന്ന് സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. മുട്ടിപ്പായി ദൈവസേനയിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവഹിതം അറിഞ്ഞ് കർത്താവെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരം ബലഹീനമാണ്. ഹല്ലേലൂയ. അത് ദൈവമന്ദിരമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമർപ്പണം അപ്രകാരമായി തീരുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ അറിഞ്ഞ കർത്താവെ
ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ആ നിത്യതയിൽ പ്രവേശിപ്പാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള ഇമ്പശബ്ദത്തിന് ഞങ്ങളെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഓരോ ശുശ്രൂഷ ചെയ്ത പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടി ഒരു തന്ന ഓർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാനുള്ള മന്നയായി ഞങ്ങളെ പോഷിപ്പിച്ച് നിറച്ച് അനുഗ്രഹിച്ച് അയക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവേ, ഇനി ഞങ്ങൾ കൂടി വരുന്നവരെയും അവിടുത്തെ കൃപയെ ഞങ്ങളെ പരിപാലിക്കണം. കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ ഹിതമല്ലാത്തൊന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ തലമുറയ്ക്കോ അല്ലെങ്കിൽ വന്നു ഭവിപ്പാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കായി സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയാ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥനയെ ഞാനോട് കേട്ടുണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുവിട്ടണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും ആ വചനം ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിത അനുഭവമാക്കി എടുക്കുന്നതിനോടുകൂടിയും വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ കർത്തദാസനോടുകൂടിയും ദാസന്റെ ശുശ്രൂഷകളോടും അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord.